നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. Trust in the Lord with all your heart and lean not on your own understanding. In all your ways submit to him, and he will make your paths straight. Proverbs chapter 3, verses 5 and 6. We begin with the sign of the cross in the name of the Father, and of the Son, and of the Holy Spirit. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as in heaven. Give us today our daily bread. Forgive us our sins as we forgive those who sin against us. Lead us not into temptation, but deliver us from evil. For the kingdom, the power, and the glory are yours, now and forever. Amen. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. Psalm 121. I lift up my eyes to the hills. Where does my help come from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. Indeed, he who watches over Israel will neither sleep nor slumber. The Lord watches over you. The Lord is your shade at your right hand. The sun will not harm you by day, nor the moon by night. The Lord will keep you from all harm. He will watch over your life. The Lord will watch over your coming and going, both now and forevermore. Amen. മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ. എൻ യേശുവേ വനമേഘേ വേഗം വന്നിടണേ. എൻ യേശുവേ വനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാം അപ്പൊന്മുഖം മുത്തുവാൻ. എനിക്കായി മുറിവേറ്റതാം അപ്പൊന്മുഖം മുത്തുവാൻ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെണ്മാവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നതന്റെ മുകളിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരുടെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവന്റെ തൂല കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും.
അവന്റെ ചെറിയ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ചുറ്റി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വരും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വന്ന് പ്രതിഫലം കാണും. യഹോവയെ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസ്തലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെ കുറിച്ച് അനുഭവന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ മണയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേസ്തുനിക്ക് യോഗ്യമാവുന്നു പാർക്കുമോ. Let us pray. Heavenly Father, we come before you with humble hearts as a family, week after week, to praise you, to worship you, and to thank you. We believe in the power of prayer. As we lift our voices to you, we remember your promised word as in Matthew 21:22. If you believe in faith, you will receive whatever you ask in prayer. Yes, Master, may your purpose be fulfilled through this Avishuddha Mariam reader, this vision and call that you have given to our dear Paulus Sachin. This is the hope that, Lord, you have given to him. And let us all persevere in fasting and prayer as this mission is divinely ordained. May the heavenly power that raised Lazarus from the grave and gave sight to the blind overflow upon this Avishuddha reader for the abandoned, the destitute, and the have-nots, to be a beacon of light, a sanctuary of love, hope, and comfort, reflecting your true divine heavenly love, and stand as a testimony to magnify your wondrous name. Nothing is impossible with you, Master. We pray for all those who are sick, those who are in pain, and all those who need our prayers. May the Holy Spirit fill us all with the divine grace. May the living word of God go deep into our hearts, instilling the true spirit of giving and sharing, enabling us to continue and complete this mission of Avishuddha Mariam reader. As we submit this into your loving hands, Master, bless all those who are supporting us for this noble cause, and all our donors giving generously for all our essential needs to complete our mission. May all our ardent supporters for our one-day meal and for all our rice requirements needed every month, may our free community kitchen satisfy the greatest hunger of mankind. And this is your commandment, Lord, and for us to obey. May every hand that prepares the food and every heart that gives be blessed with your grace. We pray for all those who have celebrated their birthdays and their wedding anniversaries this week. May a divine grace be with them all for days to come. We pray for our dear Trimeni, our dear Chamachin, and all our dear Achins who lead us in prayer for the Holy Kurbana at St. Joseph's Chapel, Trishul. We pray for all our life members, all our well-wishers from other communities and other religions for the continuous support and help to our Avishuddha Mariam reader. May your mighty hand touch and bless them, Lord. We uphold all our dear doctors and nurses for their charitable and caring services to all our residents in our home. We pray for all our dear service providers and all our staff members for all their dedication and affection to all our members of our Mariam Avishuddha reader. We pray that you bless all our committed members involved with the online media postings, creating a great impact and a blessings to all those who read them. May all our prayer warriors be blessed with your grace. We submit all our dear families into your loving hands. We thank you, Master, for protecting us all under your divine wings and covering us with your feathers in times of difficulties and sickness. May the Holy Spirit guide and bless us in the completion of all our ongoing projects, our palliative care home, our retreat center, our free ambulance service, our roof for the roofless, and our burial center for the poor. Help us, Lord, to face all the hurdles and obstacles that come in the way of our mission work.
We pray for your divine presence in all our mission work, an outpouring of your love, care, and hope to be shared with all those in need. You are a prince of miracles. We pray that you move more hearts to support this noble cause. We pray, Lord, seeking immediate funding to install our lift for the palliative care home and for more generous sponsors for all our financial needs. Heavenly Father, we humbly submit your divine intervention as we look forward for the inauguration of all our 24 rooms of our palliative care home and a consecration of our St. Mary's retreat home at Thrissur, making it possible by 31st January 2025. O Lord of Abraham, Isaac, and Jacob, Heavenly Father, we surrender everything to your divine plan, trusting in your goodness and guidance. Lord, you are going to make this Vishudha Mariam Reed a miracle house of God for all, irrespective of caste, creed, and religion, to feel your divine presence and love, to be blessed and healed in your mighty name. Amen. There is victory in the precious blood of Jesus. Lord, we acknowledge the many hands that have shaped this sacred space. We pray, Master, that you bless all our contractors, engineers, and architects, thanking God for their expertise, dedication, and passion for all the efforts taken to complete this on time. May our center be a blessing to our community and all those who enter this blessed place. Father, you are the Alpha and the Omega. You are our rock, our refuge, and a redeemer. Your ears are open to our prayers, and your heart is filled with your love for us. Let your will be done, Master. May the unfailing love of our resurrected living Lord be with us as we put all our hope and trust in you and you alone. Let us not forget that all we have belongs to you, Master. It is your gift and blessing to us. Help us, Lord, to share this joy with the least of our brethren. We offer our tearful prayers in the name of your Son, Jesus Christ, who taught us to love one another as you have loved us. Our precious Lord, Ego Aire El Shaddai Viranam Devam, Alpuda Mandri Saukya Prabhu. Amen and Amen. Barkumor, St. Lucas, chapter 1, verse 39 to 56. ബാർക്കുമോർ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സെക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി. നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിർവൃത്തിയായി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ കർത്താവിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിശുദ്ധ ജനമേ, ഇന്ന് നമുക്ക് കിട്ടിയ ഈ ഭാഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ 2 പരിശുദ്ധ സ്ത്രീകൾ സംസാരിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഓരോ വാക്കും ഓരോ സെന്റൻസും അർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒത്തിരി സന്ദേശം നമുക്ക് അതിനകത്തുനിന്ന് ലഭിക്കും. കർത്തൃ പ്രാർത്ഥന, നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എങ്ങനെയാണോ ഓരോ വേർഡിലും ഓരോ സെന്റൻസിലും അർത്ഥം നിറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടെയും നിറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി തന്നെ നമ്മൾ മാസങ്ങളോളം ഇത് പഠിച്ച് ഇതിന് അർത്ഥങ്ങൾ ഗ്രഹിക്കാനുണ്ട്.
ഈ ഒരു അല്പസമയത്തിനുള്ളിൽ ഞാനൊരു 3-4 പോയിന്റ്സ് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന കാര്യങ്ങളാണ്. എന്നിൽ കൂടി ദൈവം സംസാരിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഒന്നാമതായിട്ട്, മാതാവും എലിസബത്തും അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ആ ചോയ്സ് അവർ ദൈവത്തിന് അനുരൂപമായിട്ടുള്ളൊരു ചോയ്സ് അവർ തിരഞ്ഞെടുത്തു. ആ ഒരു തീരുമാനം എടുത്തപ്പോൾ, ആ ഡിസിഷൻസ് അവർ എടുത്തപ്പോൾ, ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളൊരു ഡിസിഷൻ അവർ എടുത്തപ്പോൾ, അവര് രക്ഷാചരിത്രത്തിൽ, നമ്മുടെ സാൽവേഷൻ ഹിസ്റ്ററിയിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരൊത്തിരി ത്യാഗം അനുഭവിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കാരണം മാതാവിന്റെ കാര്യം മാത്രം എടുത്താൽ തന്നെ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ള മനുഷ്യരെ എങ്ങനെയാണ് കാണുക, പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. ആ പ്രായത്തിൽ എലിസബത്തും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നു. ഇത്രയും ത്യാഗവും ഇത്രയും ദൈവത്തിലുള്ള വിശ്വാസത്താലും അവര് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മൾ അവരോട് നന്ദിയുള്ളവരാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവര് ഒരു വ്യത്യസ്തമായ തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ നമ്മുടെ രക്ഷാകരമായ ചരിത്രത്തിന്? ഇത്രയും വർഷങ്ങള് ദൈവം വെയിറ്റ് ചെയ്തിരുന്ന ദൈവത്തിന് തെറ്റുപറ്റിയില്ല. കാരണം അവര് സമ്മതിച്ചു, അവര് ദൈവത്തിൽ വിശ്വസിച്ചു. അവര് വീക്കായി ദൈവത്തിൽ വിശ്വസിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് മാറിയിരുന്നെങ്കിൽ നമ്മുടെ രക്ഷാചരിത്രം എന്താകുമായിരുന്നു? അതിൽ നമുക്ക് അവരോട് നന്ദിയുള്ളവരും നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടവരുമല്ലേ? അവരോട് മാത്രമല്ല, ചരിത്രത്തിലുടനീളം നമുക്ക് ഈ വിശ്വാസം തെറ്റുകൂടാതെ നമ്മളിലേക്ക് എത്തിച്ച ഓരോ ആൾക്കാരിലും, നമ്മുടെ പേരൻസിനോട്, അവരുടെ പേരൻസിനോട്, ആ സമയത്തുണ്ടായിരുന്ന അധ്യാപകര്, അച്ഛന്മാര്, തിരുമേനിമാര്, അതിന്റെ മുകളിലുള്ളവര്, ഇങ്ങനെ എത്രയോ പേരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരോടെല്ലാവരും നമ്മൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ മാത്രമല്ല, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു തീരുമാനം നമുക്ക്, അങ്ങനെ ഒരു ഇത് നമുക്കുണ്ടാവരുത്. ഈ നമുക്ക് മുമ്പ് വന്ന എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരും അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുമാകുന്നു എന്നതാണ് ഒരു സന്ദേശം എന്നുള്ളത്. പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് പോലെ ഞാൻ വിശ്വസിച്ചാൽ മതി, ഞാൻ ചെയ്താൽ മതി, അങ്ങനെയല്ല. നമ്മൾ നന്ദിയുള്ളവരും സ്നേഹമുള്ളവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരുമാണ്. മാതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് നമ്മുടെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ എന്ന്. ആ മാതാവിന്റെ കയ്യിൽ കിടന്ന് വളർന്ന യേശുക്രിസ്തു, ആ മാതാവിന്റെ തോളിൽ കിടന്ന് വളർന്ന യേശുക്രിസ്തു, ആ മാതാവിനെ ഉമ്മ വെച്ച യേശുക്രിസ്തു, ആ മാതാവ് പറയുമ്പോൾ കേൾക്കില്ലേ? സോ ഒരു മാനുഷികമായിട്ടുള്ള ഒരു രീതി ചിന്തിച്ചാൽ പോലും യേശുക്രിസ്തു ക്രൂരനായിരുന്നില്ല. ചിലര് വിചാരിക്കുന്നത് ജനിപ്പിച്ചു എന്നുള്ളതാണ് മാതാവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്നാണ്. പക്ഷെ അതൊരു കാര്യമാണെങ്കിലും ആ വളർത്തുന്നതും ഒരു കാര്യമല്ല. ഈ കുഞ്ഞുങ്ങളെ വളർത്താത്ത ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഒരു കുഞ്ഞിന് ആ ജനിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ പറ്റും? ഒരു കുഞ്ഞിന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡ്വാർഫിസം എന്ന് പറഞ്ഞ രോഗം വരാം, വളർച്ച മുരടിച്ചു പോകാം. സ്നേഹം കിട്ടിയില്ലെങ്കിൽ, ആഹാരം എല്ലാം കിട്ടാം, ബട്ട് സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഹോർമോൺസ് ഉണ്ടാവില്ല. ഇങ്ങനെ ആ അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ വരാമായിരുന്നു. ആ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല മാതാവിന്റെ അവിടുത്തെ ജോലി. ആ കർത്താവിനെ സ്നേഹത്തോടെ കൊണ്ടുവരുന്നതും ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ എലിസബത്തിനും അതോടുകൂടി തീർന്നില്ലായിരുന്നു. ഭാവിയിലും അവരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഡിവിജ്വലിസ്റ്റിക് നാരോ മൈൻഡഡ് ആയിട്ടുള്ള അതിനെ നമ്മൾ തള്ളിക്കളയണം എന്നാണ് ആദ്യത്തെ എൻ്റെ അപേക്ഷ. രണ്ടാമതായിട്ട്, ആ സമയങ്ങളില്
യഹൂദന്മാർ ഭയങ്കരമായ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ 400 വർഷത്തോളമായിരുന്നു അവർക്ക് ദൈവത്തിന്റെ മെസ്സേജസ് ഒക്കെ കിട്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പോലും പറ്റാത്ത രീതിയിൽ 4 വശത്തു നിന്നും ശത്രുക്കൾ ആക്രമിച്ച് അവരെ കഷ്ടപ്പെടുത്തുകയായിരുന്നു. റോമൻസ് വന്ന് അവരിൽ നിന്ന് ടാക്സ് മേടിച്ചുകൊണ്ട് പോകുന്നു, ഉപദ്രവിക്കുന്നു, അവരുടെ ടെമ്പിളിന്റെ അടുത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു, അശുദ്ധമാക്കാൻ പറ്റുന്നത് അശുദ്ധമാക്കും. അവർ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ നടക്കുമ്പോൾ അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ വന്ന് അവരെ പരസ്പരം സ്നേഹിക്കാനും യേശുക്രിസ്തുവിന്റെ ആ ജനനത്തെ പറ്റിയും യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റിയും പറഞ്ഞ് അമ്മമാർ രണ്ടുപേരും ഒരുമിക്കുന്നതും. ഈ ഒരു വിശ്വാസം അവർക്ക് കൊടുത്ത സന്തോഷം ചെറുതായിരിക്കില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും ഇതേപോലെ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു അച്ഛന്റെ മകൻ ഓൺലൈൻ റമ്മി കളിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഞാനും ഇവിടെ ചെറുപ്പക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാര് 12-13 മണിക്കൂർ ജോലി ചെയ്തും റിലേഷൻഷിപ്സിൽ ഈ നല്ല വിശ്വാസങ്ങൾ ഇല്ലാത്തത് കാരണവും അവര് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് മാതാവും എലിസബത്തും ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. അവര് വിശ്വസിച്ച് ലോകത്തിന്റെ ചരിത്രം മാറ്റി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിലും ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ ആ ചോയ്സ് എടുത്ത് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ആ ഒരു ചോയ്സിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ള ചോയ്സ്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വലിയ ഒരു ചേഞ്ച് വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. എങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഫിസിക്കൽ റിസോഴ്സസ് നമ്മൾ ഉണ്ടാക്കും, ഫൈനാൻഷ്യൽ റിസോഴ്സസ് നമുക്കുണ്ടാവും, ഒന്നിനും നമുക്കൊരു മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. 4 വശത്തു നിന്നും യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ദൈവമല്ല, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബിലീഫ്സ് നമ്മുടെ മനസ്സിലേക്ക് തറപ്പിച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യുകയാണ്, ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെല്ലാവരെയും. ജീവിതം ഒന്നേ ഉള്ളൂ, ഈ ജീവിതം നമ്മൾ പൂർണ്ണമായി ആസ്വദിക്കണം, ഇന്ദ്രിയ സുഖം അനുഭവിക്കണം എന്നുള്ള മെസ്സേജസ് വേറെ. ഒരു പ്രത്യാശയും ഇല്ലാത്ത ഈ ഒരു ലൈഫ് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഇപ്പോഴത്തെ ആ വിശ്വാസം അത് ഈ ലോകത്തിനെ മാറ്റിമറിക്കും. ഈ ഒരു മെസ്സേജും ദൈവം നമ്മൾ പേടിക്കേണ്ട, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട്, മാതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ തുള്ളിച്ചാടി എന്ന് പറയുന്നു. ഇന്ന് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, 7 കോടി കുഞ്ഞുങ്ങളോളമാണ് ഒരു വർഷം അബോർഷൻ ചെയ്യുന്നത്. അവര് പറയുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളാണ്, അവര് വയറ്റില് ജസ്റ്റ് എ ക്ലംപ് ഓഫ് സെൽസ് ആണ്. ആ സെൽസിനെ കൊന്നത് അത് കൊല്ലയല്ല എന്നാണ് അവരുടെ ധാരണ. ആൻഡ് മെഡിക്കലി നെസസറി പ്രൊസീജിയർ ആണെങ്കിൽ അത് നമുക്ക് പോട്ടെ എന്ന് വെക്കാം. ബട്ട് അങ്ങനെയല്ല. 7 കോടി ആൾക്കാർക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്? ഒരു വർഷം, ഒരു 10 വർഷം എടുത്ത് 70 കോടി ആൾക്കാരായില്ലേ? ഇത്രയും വലിയൊരു അന്ധകാരം എന്തിനു വേണ്ടിയാണ് ഈ അബോർഷൻ ചെയ്യുന്നത്? പലപ്പോഴും സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു കുഞ്ഞിനെ വളർത്താൻ എനിക്ക് പറ്റില്ല, അസൗകര്യമാണ്. അസൗകര്യം വന്നാൽ നമ്മൾ അങ്ങനെ ഒരു കഴിവുമില്ലാത്ത, നമ്മളെ കംപ്ലീറ്റ് ആശ്രയിക്കുന്ന, ഒരു ഉപദ്രവം ചെയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ കാലും കൈയും വലിച്ചു കീറി, അല്ലെങ്കിൽ നമ്മളത് കണ്ടു നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ, ഈവൻ 8 to 10 വീക്സ് ആകുമ്പോൾ പോലും കൈയും കാലും വന്ന് ചെറുതാണെങ്കിലും അതിനെ വലിച്ച് ഓരോന്നോരോന്നായിട്ട് മാറ്റി അവർ വെളിയിൽ വെച്ചിട്ട് അത് ഒന്നും മിസ്സിങ് അല്ല എന്നറിയാൻ വേണ്ടി കുഞ്ഞിനെ വീണ്ടും യോജിപ്പിച്ച് നോക്കുക. അവർ ഇങ്ങനെ ചെയ്ത്, കെമിക്കലായിട്ടുള്ള വേറെ ഉണ്ട്, ബേൺ ചെയ്തും വേറെ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഇൻ ജനറൽ നമുക്കതിനെ ഇവിടെ കാണാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവ് നിറയത്തക്ക രീതിയിൽ ആ കുഞ്ഞ് 6 മാസമായപ്പോൾ തന്നെ ആ കുഞ്ഞ് അത്രയും വളർന്നു. ഇപ്പൊ ലേറ്റ് ടേം അതും പോലും ഉണ്ട്, ലേറ്റ് ടേം അബോർഷൻസും ഉണ്ട്. അതിനെ ന്യായീകരിക്കുന്നത് എത്ര ചെയ്യേണ്ടതാണ് ചെയ്തു. പക്ഷെ എങ്കിലും അത്യാവശ്യമാണെങ്കിൽ, മെഡിക്കലി നെസസറി ആണെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്.
എങ്ങനെ നമുക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നു? അവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിറയാൻ 6 മാസമുള്ള കുഞ്ഞിന് പോലും സാധിക്കുന്നുവെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞ്, നമ്മൾ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്, അവര് ഫീറ്റസ് എന്ന് വിളിക്കും. ഇങ്ങനെ ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, സ്വന്തം സൗകര്യത്തിന് വേണ്ടി ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്യാൻ പോലും നമ്മൾ, അതും ആരെയാണെന്നുള്ളത് ചിന്തിക്കണം. ഒന്നും വയ്യാത്ത നിസ്സഹായരായിട്ട് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങളെ, അതിനെ നമുക്ക് എങ്ങനെ ഒന്നും മിണ്ടാതെ, ഒരു ട്രൈ പോലും ചെയ്യാതെ നമുക്ക് എങ്ങനെ 1 വർഷം 7 കോടി ആൾക്കാരെങ്കിലും കൊല്ലാൻ പറ്റുന്നു? ഒരു 10 വർഷമായിട്ട് 70 കോടി ആയെങ്കിൽ 20 വർഷമാകുമ്പോൾ എത്രയാകുന്നു? നമുക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ നഖശിഖാന്ത എതിർക്കണം. മെഡിക്കലി നെസസറി ആണെങ്കിൽ ചെയ്യാം, പക്ഷേ ദൈവം വളർത്തിക്കൊണ്ട് കൈയും കാലും ചേർത്ത് കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, പക്ഷെ നമുക്കതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അവസാനമായിട്ട്, He has scattered the proud in the imagination of their hearts. അഹങ്കാരം അല്ലെങ്കിൽ പ്രൗഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഞാൻ എന്തെങ്കിലും ആണ്, ഞാനൊരു വലിയ സംഭവമാണ്, ഞാൻ വലിയ കാര്യങ്ങൾ ഡൊണേഷൻ ചെയ്യും, ഞാൻ മറ്റുള്ളവർക്ക് ഇത് ചെയ്തു കൊടുക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കും, അതും നമ്മുടെ അഹങ്കാരമാണ്. അങ്ങനെയുള്ള ഞാൻ എന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാല്, ഇവിടെ ആ പ്രൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും സേറ്റനാണ്. അവനാണ് അഹങ്കാരം വന്നത്. അഹങ്കാരം വന്ന് ആ ഒരു ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അറിയാമെങ്കിലും തൊട്ടു മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാതെ, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പോലും ചിന്തിക്കാതെ, ഞാനാണ് എന്ത് വന്നാലും ഞാനാണെന്ന് ആ ഒരു ഭാവം, ഞാൻ വലിയൊരാളാണ്, സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ട് അവർ ഡിസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ സാത്താൻ നയിക്കുന്ന മനുഷ്യരും അങ്ങനെയാണ്. ഞാൻ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് പല കാര്യങ്ങളും പറ്റും, ഞാൻ പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും നടക്കും. അങ്ങനെ ഒരു അഹങ്കാരം, ഞാൻ പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ നടക്കും, മറ്റുള്ളവർ കേൾക്കും, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നു, ഇങ്ങനെയുള്ള ഫീലിങ്സ്, ഞാൻ വലിയ അറിവുള്ളവനാണ്, ഇങ്ങനെയുള്ള ഫീലിങ്സ്, ഇതൊക്കെ പിശാച് തരുന്ന, നമ്മുടെ ഉള്ളിൽ തരുന്ന അഹങ്കാരമാണ്. മാതാവിനെ പോലെ ഞാൻ ഒന്നുമല്ല എന്ന് ആ സമയത്ത് പോലും പറഞ്ഞ ആ മാതാവിനെ പോലെ നമ്മളും ഒന്നുമല്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. ഒരു രോഗം വന്നാൽ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ, ഒരു അപകടം വന്നാൽ, നമുക്ക് അറിയാം, ക്ലിയർ ആയിട്ട് അറിയാം, ദൈവം ആത്മാവുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ എത്ര വീക്കാണെന്ന്. നമ്മളൊരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കാം, നമ്മൾ അന്നേരം കാണും, പിന്നെ കാണത്തില്ല. അങ്ങനെയുള്ള വീക്കായിട്ടുള്ള നമ്മള് എന്ത് അഹങ്കാരം കാണിക്കാനാണ്? അപ്പൊ ഇങ്ങനെ നമ്മൾ ഫൈനലായിട്ട് സമ്മപ്പ്, മാതാവിനെ നമുക്ക് വേണ്ടിയിട്ട് ഈ രക്ഷാചരിത്രത്തിൽ പങ്കെടുത്ത് നമ്മൾ വിശ്വാസം എത്തിച്ചു തന്ന എല്ലാവരോടും നന്ദിയുള്ളവരും അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നവരുമാവണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. ആ വിശ്വസിച്ച ദൈവത്തിന് വേണ്ടി താഴ്മയോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മഹാ അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അങ്ങനെ നമ്മൾ ഈ ലോകം ദൈവത്തിന്റെ രാജ്യമാക്കി മാറ്റും. അതിന് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സഭയായിട്ട് നിന്നുകൊണ്ട്. ഒറ്റയ്ക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് സഭയായി അത് നമുക്ക് പറ്റും. ദൈവം നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞതായ സഹവാസവും യേശു എന്ന ഏകനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ഇന്നയോളം നിന്റെ മിഷനെ സഹായിച്ചവരെ സഹായിക്കാനിരിക്കുന്നവര് ആയതുപോലെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങൾ അഭയപ്പെട്ട കാര്യങ്ങളിലല്ല. സർവശക്തനായ ദൈവമേ, നിന്റെ കൃപ എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.